മത്തായി 5:16. മത്തായി 5:16 പറഞ്ഞ്. മത്തായി 5:16 മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ്. ഇപ്പൊ മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഒരു പോംവഴി എന്താണ്? ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് ഉടമ്പടി നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്കുക. അപ്പോൾ മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും. ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. അത് തിരിച്ച് മഹത്വപ്പെടുത്തും. അതിനാണ് 17:5 പറയണത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് 17:4, 17:5 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഒന്ന് പറഞ്ഞ്. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈ ബയലാറ്ററൽ ആക്ഷനാണ്. ശരിക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ. ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ? ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുത്തെ മഹത്വപ്പെടുത്തി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയിൽ വളരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. മഹത്വം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു കർത്താവ് ഇങ്ങനെ ഓരോ വചനങ്ങൾ എന്നിലൂടെ നിങ്ങളോട് പറയുമ്പോൾ, വചനങ്ങളെല്ലാം അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശമാണ്. വചനം എങ്ങനെ ഉണ്ടാണ്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് വചനം ഉണ്ടാകുന്നത്. വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഇതാണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ആദ്യം ദൈവം എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്താ ഉള്ളത്? ജ്ഞാനവും ശക്തിയും. നാമത്തിൻ്റെ കണ്ടന്റ് അതാ. നമ്മളെന്താ ചെയ്യണത്? ഈ ജ്ഞാനവും ശക്തിയും നമുക്ക് ലഭിക്കാൻ നമ്മളെന്താ ചെയ്യണത്? ഈ നാമത്തെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പക്ഷെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മോഡൽ പ്രയർ കർത്താവ് തന്നതാണ്. പ്രാർത്ഥനയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എഫിക്കസി ഓഫ് പ്രെയർ.
പ്രാർത്ഥനയുടെ പ്രാബല്യത എങ്ങനെയാണ് ശക്തമായ രീതിയിൽ പ്രാർത്ഥന, ഫലപ്രദമായ പ്രാർത്ഥന, അതിൻ്റെ ന്യൂക്ലിയസ് എന്താണ്, അതിൻ്റെ ബുള്ളറ്റ്. ഇപ്പം നമ്മൾ ഫെയ്ത്ത് കൊണ്ടാണ് ഒരു AK-47 ബുള്ളറ്റ് വേണം, അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. AK-47 അതിൻ്റെ കാര്യമില്ല, അത് മെക്കാനിസം അതാണ്, AK-47 ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. അതിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിൽ ഈ ബുള്ളറ്റ് എന്താ? ബുള്ളറ്റ് മഹത്വമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ കണ്ടൻ്റ് വൈസ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന നിങ്ങൾ വാരിക്കെട്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും. നിങ്ങൾ ചിലപ്പോൾ 3000 പ്രാവശ്യം വേണമെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ 3000 നമുക്ക് 30,000 പ്രാവശ്യം വചനം പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാകണം. എന്താണ് ബുള്ളറ്റ് എന്ന് പറയണത്? സ്നേഹം എന്ന് പറയണത് മഹത്വപ്പെടുന്നത് സ്നേഹത്തിൽ മാത്രമേ മഹത്വം പ്രാവർത്തികമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാനിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? യോഹന്നാൻ 17:24. ഈ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ. ഈ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും. അതാണ് സംഭവിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രവൃത്തികളാൽ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും, സംപ്രീതനാകും. അപ്പോൾ സംപ്രീതനായാൽ എന്ത് സംഭവിക്കും? മോസസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംപ്രീതനാണെങ്കിൽ എനിക്ക് അത് അറിയിച്ചു തരണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. ക്ലിയർ അല്ലേ? അത് എങ്ങോട്ടായി സംഭവം പോണേ? ഇപ്പം ദൈവം ആരാണെന്നാണ് പറഞ്ഞത്? ദാനിയേൽ 2:20. ജ്ഞാനവും ശക്തിയും. ഇപ്പോഴീ ജ്ഞാനവും ശക്തിയും ആകുന്ന ദൈവം സ്ഥിതി ചെയ്യണത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഈ നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റണ എന്താണ്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക ചെയ്യണം. അപ്പം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? അങ്ങനെ സംപ്രീതനാണെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അങ്ങനെ എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അപ്പം നമ്മളെ സംബന്ധിക്കുന്നത്, ഇപ്പം നിങ്ങൾ ജപ്തി നടപടിയാണ് വരണത്, അല്ല നിങ്ങൾക്ക് 40 വയസ്സുണ്ട്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് തന്നെ 14 വർഷമായി, മക്കളില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് സംഭവം, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ. പക്ഷേ ആ വാക്കിൻ്റെ അകത്ത് കുറേ ദൈവം സംപ്രീതനാകണം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ചില ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇമെയിൽ വരണതും അവർ പരീക്ഷ ജയിക്കണതും വസ്തു വിൽക്കാനും മേടിക്കാൻ ആൾക്കാർ വരുന്നതും പെട്ടെന്ന് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അതാണ് പ്രശ്നം. ദൈവത്തിനറിയാം. കാര്യം നിങ്ങളൊരു മനുഷ്യനോടല്ല ഇടപെടണത്. നിങ്ങളെ ഉടമ്പടി കൊണ്ടുവന്ന് എടുക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് വൃത്തിമേനമായിട്ട് ചെയ്ത് തീർക്കും. ഭക്തിയോടെയും വിശ്വാസത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഉടമ്പടി തിരികൊണ്ടുപോയി വല്ല രൂപപ്പലകയിലും വെച്ചേക്കാം, എന്നിട്ട് സമയം കിട്ടുമ്പോൾ പോകാം, മകളെ പ്രസവം കഴിഞ്ഞ് പോട്ടെ, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുളിച്ച് എഴുന്നേറ്റ് അവൾ പോയി കഴിഞ്ഞ് സമാധാനത്തിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മകൾ പോകാൻ കാത്തിരിക്കണോട് ദൈവത്തെ സ്നേഹിക്കാൻ കാത്തിരുന്നാൽ അതായത് അങ്ങനെയാണ് പ്രശ്നം. പിന്നെ വിവരമില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് അനുഗ്രഹം താമസിക്കുന്നത്. ഒരു കാര്യവും നീട്ടിവെക്കരുത്. അത് ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒന്നും തടസ്സമാകരുത്. അത് ഇന്നാണ് തുടങ്ങാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിലെ വിരുന്നുകാർ ഒഴിയട്ടെ, ഇങ്ങനെ ഒരു ഉടായ്പകളും ഒഴിവ് കഴിവുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയരുത്.
മറിച്ച് നീയും നിൻ്റെ ദൈവവും, ബാക്കിയെല്ലാം കഴിഞ്ഞു പോണ കാര്യങ്ങളാണ്. അത്ര പൊന്നാണ് ചക്കരയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എല്ലാവരും പോകും, ആരും പോകാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ദൈവികമായ കാര്യത്തിന് ഒരു സെക്കൻഡ് പ്ലേസ് കൊടുക്കരുത്. കൊടുത്താൽ അയാൾക്ക് ഈ വിഷയത്തിൽ എൻട്രൻസ് ഇല്ല. എന്താ കാര്യം? ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുക. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:13 എന്താ പറയുന്നത്? അങ്ങ് എന്നിൽ പറഞ്ഞ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിച്ചു തരണമേ. ഇപ്പൊ മോസസില് ദൈവം സംപ്രീതനായോ ഇല്ലയോ? കാര്യം എന്താ കഴിഞ്ഞാൽ അത് വ്യക്തമാണല്ലോ, സംപ്രീതനായെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ല സങ്കീർത്തനത്തിൽ നമ്മൾ 33 സങ്കീർത്തനം 103:7 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ സങ്കീർത്തനം 103:7 എന്നാ പറയണത്? അവിടെ തൻ്റെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി? മോസസ്. ഇതാണ് സങ്കീർത്തനോട് പണ്ട് മോസസ് ചോദിച്ചത്. എന്താണ്? പുറപ്പാട് 33:13 അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം കാണിച്ചു കൊടുത്തു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. 103:7 എന്താണ്? അവിടെ തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി. ഒരു കാര്യം ഓർക്കുക, മോസസിന് എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? മോസസ് ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി ജീവിതത്തിൽ അനുവർത്തിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക്കായിട്ട് വേണ്ടത് സ്നേഹമാണ്. നമുക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? പിശാചിന് വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ ദൈവത്തോട് സ്നേഹമില്ല. മനസ്സിലായില്ല? അതാണ് വിഷയം. പിശാചും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇപ്പോൾ യാക്കോബ് 2:19 പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ദൈവത്തെ വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് പിശാചിൻ്റെ വിശ്വാസം വർക്കൗട്ട് ചെയ്യാത്തത്? ദൈവത്തോട് പിശാചിന് സ്നേഹമില്ല. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അപ്പോൾ ദൈവസ്നേഹമാണ് ഇതിൻ്റെ വിഷയം. ഈ ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 യോഹന്നാന്റെ സുവിശേഷം, അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇപ്പോൾ മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളിൽ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്താലും ദൈവം മഹത്വപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യണ ദൈവത്തിൻ്റെ പേരിലാണേ, പക്ഷെ ദൈവം മഹത്വപ്പെടത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 48 ആണോ വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ 46 സങ്കീർത്തനം 46 മുതൽ തിരുവചനങ്ങൾ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ
പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഊര് തെണ്ടാൻ പോകുമായിരുന്നു. ഈ അരി തന്നിട്ട് അമ്മ അരി തരും, ഒരു ലേസൊക്കെ കിട്ടിയിട്ട് അതിന്മേൽ 21 ഇറുക്കലെടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ പോയി നമ്മൾ നേർച്ച തെണ്ടും. ഇപ്പം മനക്കോടത്ത്, ഞങ്ങളുടെ പൊറോണപ്പള്ളി മനക്കോട് വരുന്നത്, അവിടെ കൊണ്ട് 60 രൂപയുടെ പെരുന്നാളിനെ കൊടുക്കും. ഞാൻ അപ്പനും കൂടി ചെറിയ കൂടി നടന്നു പോകണം, കുറേ ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അത് ചെയ്യും. പക്ഷെ അന്നിത് ചെയ്യണത് ഒരു നേർച്ചയായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇന്നാണ് ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ദൈവസ്നേഹത്തോടെ ചെയ്യും. കാര്യം അത് ഇന്ന് നമുക്കതിൻ്റെ നോഹവ് അറിയാം. പണ്ടതിൻ്റെ ജ്ഞാനസൂത്രം അറിയത്തില്ല. നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് വേണേ ഓരോ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഉരുള് നേർച്ചയുള്ള പള്ളിയുണ്ട്, ആയിട്ട് നിരങ്ങിപ്പോണ പള്ളിയുണ്ട്, നേർച്ചയായിട്ട് ആൾക്കാർ. വിവരം ബുദ്ധിയില്ലാത്തവൻ അത് കാണുമ്പോൾ കളിയാക്കും. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യണത്? അവൻ്റെ അനുഭവം ഒരിക്കലും കളിയാക്കുന്നവൻ ഈ ജന്മം, ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാൽ അവൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവൻ എളിമപ്പെട്ട് ഉടുപ്പ് വരെ ഉരിഞ്ഞ് തോർത്ത് മാത്രം കെട്ടിയിട്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഉരുളുകയും എന്താ അവൻ എളിമപ്പെടുകയാണ്. അവൻ്റെ എല്ലാം അവൻ എല്ലാം ദൈവത്തിന് മുമ്പ് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടും വാച്ചും മാലയും അവൻ്റെ അഭിമാനവും അവൻ്റെ ഔന്നത്യവും അവൻ്റെ മഹത്വവും എല്ലാം ഊരി വെച്ചിട്ട് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പക്ഷെ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം. അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം. നീ ഇങ്ങനെ കർത്താവിന് മുമ്പിൽ തലകുനിച്ചാൽ നിൻ്റെ മനസ്സ് പറയണം, എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ദൈവസ്നേഹത്തിനാണ് ഇതിൻ്റെ TMD എന്ന് പറഞ്ഞത്. അതാണ്. നിങ്ങൾ TMD ഇല്ലാതെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും കാര്യമില്ല, ദൈവസ്നേഹമില്ലാതെ. പക്ഷേ നിങ്ങൾ പറയും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ആനകൂന. ദൈവമേ വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് വളരെ ബുദ്ധിയായത് കാരണം ദൈവം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൽപ്പന ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അവിടെ വെച്ച് എല്ലാ അഭ്യാസങ്ങളും അവസാനിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയും എൻ്റെ കൽപ്പന പാലിച്ചിട്ടാണ് പറയുമ്പോൾ. ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനും മഹത്വപ്പെടുത്താനും പ്രാപിക്കാനും ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും നടപടിക്രമമാണ് ഉടമ്പടി. എന്താണ്? നമ്മൾ ഉടമ്പടിയിൽ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? കർത്താവേ, ഞാനിത് ചെയ്യണത് എനിക്ക് ജോലി കിട്ടാനോ എൻ്റെ വീട് വെക്കാനോ എൻ്റെ കടങ്ങൾ മാറാനോ അല്ല. അത് ഇതിൻ്റെ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ദൈവസ്നേഹമില്ല. ആരണ്ട് അയൽവാസികൾ കാനഡയിൽ പോയപ്പോൾ കെട്ടിയെടുത്ത് ഇങ്ങനെ വണ്ടി കയറി പോന്നിരിക്കുകയായിരിക്കും ചില ആൾക്കാർ. അത് അസൂയായിരിക്കും ചിലപ്പോൾ. ഉടമ്പടി അസൂയ കൊണ്ടെടുക്കാം, മറ്റുള്ള രക്ഷപ്പെട്ട് വന്നെ എൻ്റെ കണ്ണുകടി കൊണ്ടെടുക്കാം. അതുകൊണ്ടെടുത്ത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടെല്ലാം കയർത്തും, മരുമകളോട്, അമ്മയമ്മയോട്, നാട്ടുകാരോട്, വീട്ടുകാരോടൊക്കെ കയർത്തും വൈരാഗ്യമായിട്ട് ഇരുന്നും മിണ്ടാതെ ഇരുന്നും യേശുവിനെ പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം. ഇതൊന്നും ഇതൊക്കെ നനഞ്ഞ പടക്കമാണ്. കുറേ ഉടമ്പടി നനഞ്ഞ പടക്കമായിട്ടുണ്ട്. ചീറ്റുക പോലും ചെയ്യത്തില്ല. ചില പടക്കം നനഞ്ഞാലും ചീറ്റുമല്ല, ചില ചീറ്റുകല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക പെരുങ്കള്ളികൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ
മര്യാദക്ക് നിൽക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആൾക്കാർ വേറെ ചുമ്മാ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവം ആരാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തണം. അങ്ങനെ എന്തു ചെയ്യും? എന്നെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോഴേ ഞാൻ സ്നേഹത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കാൻ വിധം അമ്മേ പരിശുദ്ധമ്മേ എന്നെ അമ്മയുടെ തിരുക്കുമാരന്റെ മനസ്സിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവവചനത്തിന്റെ ഇച്ഛയാൽ അത് നടപ്പിൽ വരുത്തുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാകാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി.